എറണാകുളത്ത് ഒരു ദിവസത്തെ ഞായറാഴ്ച. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഉറക്കം എണീറ്റപ്പോൾ 12 മണിയായി. ചില ദിവസങ്ങളിൽ ഇതിലും താമസിച്ചാണ് എണീക്കാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്യാറില്ല. ഇന്നെന്തായാലും ഫുഡ് ഉണ്ടാക്കിയാൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു എന്തായാലും കുറച്ച് പുട്ടുപൊടി പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഞാനിവിടെ വന്നിട്ട് പഠിച്ച 2 കാര്യങ്ങളുണ്ട്. വീട്ടിലൊക്കെ ഒരു പാത്രം പോലും എടുത്ത് കഴിയാത്ത ഞാൻ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കാനും പഠിച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള കാര്യവും പഠിച്ച്. അങ്ങനെ കൂട്ടത്തിൽ പഠിച്ചെടുത്തതാണ് ഈ കുക്കിംഗ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്രോ ഷെഫൊന്നുമില്ല, എങ്കിലും ഇതുപോലെ കഞ്ഞി പിടിച്ച് കിടക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഞാനിവിടെ ഒരു ട്രെയിനിങ് പീരീഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടിട്ട് എൻ്റെ റൂമിലെ റെൻറ്റും എൻ്റെ ചിലവുകളും തന്നെ തികയാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആഷിറിന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എറണാകുളത്ത് കുറെ പയ്യന്മാർ വന്ന് കിടപ്പുണ്ട് ആഹാരം പോലും കഴിക്കാതെ. ശരിക്കും ആ സെയിം അവസ്ഥയിൽ കൂടെ കടന്നു പോകണ കുറെ പയ്യന്മാരുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അന്തരം എന്താണെന്ന് മനസ്സിലാവുന്നത് ശരിക്കും ചേട്ടൻ പലപ്പോഴും പുറത്തുനിന്ന് വിളിക്കുമ്പോഴാണ്. പ്രവാസികൾ